ഹായ് കൂട്ടുകാരെ, ഞാൻ ഗ്രീഷ്മയാണ്. ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോവാണേ. സംഭവം എന്തോന്ന് വെച്ചാൽ, നമ്മളാണെങ്കിൽ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണക്കുറി അടിക്കാൻ പോകുന്ന കാര്യം കേട്ടോ. കല്യാണക്കുറി നമുക്ക് തലേദിവസം അടിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി അത് പൂജിക്കാനായി ക്ഷേത്രത്തിലേക്ക് പോവാണേ. ഞാനും ചേച്ചിയും കൂടെ കേട്ടോ പോകുന്നത്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. മഴയൊക്കെ കുറച്ച് ഞങ്ങൾ മഴ നനഞ്ഞാട്ടോ പോയത്. കാരണം നമ്മൾ ഇരിക്കും തോറും സമയം പൊക്കോണ്ടിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ വെണ്ണിക്കുളത്ത് എത്തി. നമ്മൾ അവിടുന്ന് ബസ്സിനാണ് പോകുന്നത്. പ്രൈവറ്റ് ബസ്സിന് പോയിട്ട് തിരുവല്ല ഇറങ്ങിയിട്ടാണ് പോകുന്നത്. നമ്മൾ കല്യാണക്കുറി പൂജിക്കാൻ കൊടുക്കുന്നത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. കല്യാണക്കുറിയെ നമ്മൾ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കുകയാണ്. ചേട്ടനും ചേട്ടൻ്റെ അമ്മയും പിന്നെ പെങ്ങളും ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ചേട്ടൻ വന്നു, ഞങ്ങളെ കരക്കിറ്റി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ചധികം ദൂരം ഉണ്ട് കേട്ടോ. ഇതാട്ടോ പെങ്ങളും ചേട്ടൻ്റെ അമ്മയെ. നമ്മളപ്പോൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. ഇതാണ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. അതിൻ്റെ അകത്ത് കയറി നമ്മൾ തൊഴുതു കുറെ. പിന്നെ പൂജയ്ക്ക് നമ്മൾ രസീതൊക്കെ എഴുതണമായിരുന്നു. രസീതൊക്കെ എഴുതി നമ്മൾ ചുറ്റുപാടും വലവൊക്കെ വെച്ച് പൂജിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയട്ടോ. ഇതാട്ടോ നമ്മുടെ കല്യാണക്കുറി. പിന്നെ ആണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അകത്ത് നമ്മുടെ ഓലനാര് പൊണക്കത്തെ ഒരു ഇലയുണ്ട്. അതിൽ നമ്മൾ ആഗ്രഹം പറഞ്ഞ് കെട്ടുവാണെങ്കിൽ സാധിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ സാധിച്ചവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. ചുറ്റുപാടും വലം വെക്കുവാണ് നമ്മളെ. അപ്പം നമ്മുടെ അമ്പലത്തിന്റെ പുറയിലെ മതപ്പാടുള്ള ആന ഉണ്ടായിരുന്നേ. ആ ആന കേട്ടോ അത്. അതിനുശേഷം നമ്മൾ വെളിയിൽ ഒരു ഗോപുരമുണ്ട്, അവിടെയും തൊഴണമായിരുന്നു. അവിടെയും തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരുവല്ല അമ്പലത്തിലോട്ട് പോവാണ്. ശ്രീവല്ലഭ മഹാവിഷ്ണു ക്ഷേത്രത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും തിരുവല്ല അമ്പലം അറിയാം കേട്ടോ. അറിയാത്തവരായിട്ട് ആരും കാണത്തില്ല. ഞങ്ങൾ അത് കഴിഞ്ഞ് അമ്പലത്തിന്റെ അകത്ത് കയറി. അവിടെയും നമ്മൾ കയറി നമുക്ക് രസീതൊക്കെ എഴുതിയിട്ട് നമുക്ക് ഇവിടെയും പൂജിക്കാൻ കൊടുക്കണം. നമ്മൾ പൂജിച്ചത് നമ്മുടെ കയ്യിലും അല്ലാത്തത് നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് വിളിക്കാനും കൊടുക്കും. അങ്ങനെയാണേ. നമ്മൾ വെളിയിലെല്ലാം വലം വെച്ച് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്ത് പ്രാർത്ഥിക്കാൻ കയറുന്നത്. നമ്മൾ വെളിയിലെല്ലാം പോയി തൊഴുത്. നമുക്ക് ഇവിടെയും ഒരു ആനയുണ്ട് കേട്ടോ. അവിടെ മതപ്പാട് ഇളകി നിൽക്കുന്നുണ്ട്. നമ്മുടെ അടുത്തോട്ട് പോകത്തില്ല കേട്ടോ. അതെടുത്ത് എറിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ദേഹത്തുള്ളില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകത്തില്ല കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മൾ അകത്തേക്ക് കയറാൻ പോണേ. അകത്തേക്ക് കയറാൻ പോകുന്നതിന് ഭയങ്കര മഴയായിരുന്നു. പൂജ ഉണ്ടായിരുന്ന അകത്തെ. അപ്പോൾ പൂജ കഴിയാതെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു. പൂജ എല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറി തൊഴുതിട്ട് നമ്മൾ പൂജ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇതാണ് മീൻകുളം കേട്ടോ. അവിടെ മീൻ കുഞ്ഞുങ്ങളെ കാണാൻ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നായിരുന്നേ. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നേ. നമ്മൾ തിരുവല്ലയിൽ പോയി അവിടെ ഒരു വെജിറ്റബിൾ ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ പോയി നമ്മൾ കഴിച്ചത് മസാല ദോശയാണ് നമ്മൾ കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് പറയണമല്ലോ അവിടുത്തെ ക്വാളിറ്റി, അവിടുത്തെ ആൾക്കാരുടെ ബിഹേവും എല്ലാം അടിപൊളിയായിരുന്നു. കാമായിട്ടുള്ളൊരു സൈലന്റ് ആയിട്ട് നല്ല സൈലന്റ് ആയിട്ട് കിടക്കുമായിരുന്നേ. നല്ല ഫുഡും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെ. അത് കഴിഞ്ഞ് ചേട്ടൻ്റെ പെങ്ങളെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി. ബസ് കയറ്റിയിട്ട് അവൾക്ക് ചങ്ങനാശ്ശേരി വരെ പോകണമായിരുന്നു. അത് കഴിഞ്ഞ് ചേട്ടൻ്റെ അമ്മയെ വീട്ടിൽ കൊണ്ടാക്കി. നമ്മൾ നേരെ ചേട്ടൻ നമ്മളെ വീട്ടിലോട്ട് കൊണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.